السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العلي العظيم. മഹത്തായ ഈ സമ്മേളനവേദിയെ ധന്യമാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത്, സമസ്ത കേരള സുന്നി യുവജന സംഘം ഉൾപ്പെടെയുള്ള പ്രസ്ഥാന ഘടകങ്ങളുടെ ആദരണീയരായ നേതാക്കളെ, ഏറ്റവും പ്രിയങ്കരരായ സഹപ്രവർത്തകരെ, ഈ സമ്മേളനത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത നിഅമത്ത് വളരെ വലുതാണ്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ച ഘട്ടത്തിൽ അവിടുന്ന് അനുഭവിക്കേണ്ടി വന്ന വേദനകളും യാതനകളും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേ രീതി തന്നെയായിരിക്കും യഥാർത്ഥ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് പിൽക്കാലത്തും വരാനുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പ്രവചിച്ചതും നാം നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിച്ചതുമാണ്. ത്യാഗോജ്വലമായ 7 പതിറ്റാണ്ടുകൾ പിന്നിട്ട് പ്രാസ്ഥാനികമായി വളരെയേറെ സന്തോഷകരമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിജയകരമായ 7 പതിറ്റാണ്ടിൻ്റെ സന്തോഷം പങ്കിടുന്നതോടൊപ്പം സർവശക്തനായ അള്ളാഹുവിനെ കൂടുതൽ സ്തുതിച്ച് അവൻ ചെയ്തു തന്നെ നിഅമത്തുകൾക്ക് കൂടുതലായി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ പ്രതിജ്ഞയെടുക്കേണ്ട സന്ദർഭമാണിത്. 1920 കാലഘട്ടം കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അരക്ഷിതാവസ്ഥ നിലനിന്നൊരു കാലമാണ്. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഇസ്ലാം കേരളത്തിൽ എത്തിച്ചേർന്നെങ്കിൽ കേരളത്തിൻ്റെ എല്ലാവിധ പുരോഗതിയിലും സജീവ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഭരണരംഗത്ത് വലിയ പങ്കാളിത്തം മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്നു. കണ്ണൂർ അറക്കൽ കേന്ദ്രീകരിച്ച് ഒരു മുസ്ലിം ഭരണ കുടുംബം തന്നെ ഇവിടെ നിലനിന്നിരുന്നു. ചേരമാൻ പെരുമാളിൻ്റെയും അനന്തരന്മാരുടെയും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായും അവരുടെ നാവിക സൈന്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തും പ്രവർത്തിച്ചിരുന്നത് മുസ്ലിമീങ്ങളായിരുന്നു. സാമ്പത്തികമായി നമ്മുടെ നാടിന് വലിയ സംഭാവനകൾ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ട്. കടൽ മാർഗമായി സ്വീകരിച്ചുള്ള വാണിജ്യത്തിൻ്റെ കുത്തക തന്നെ മുസ്ലിമീങ്ങളുടെ കൈകളിലായിരുന്നു. സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹികമായും വളരെ ഔന്നത്യത്തിൽ നിലകൊണ്ടിരുന്ന ഒരു പോയ കാലം നമുക്കെല്ലാം അനുസ്മരിക്കാനുണ്ടെങ്കിൽ
ബ്രിട്ടീഷുകാരുടെ മലബാറിലേക്കുള്ള വരവോടുകൂടെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ പതിതാപകരമായ കാലഘട്ടം ആരംഭിക്കുന്നത്. അവരെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുന്നതിനു വേണ്ടി അവരുടെ വിദ്യാഭ്യാസവും തൊഴിലും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് ഈ സമുദായം എടുത്തു ചാടിയപ്പോൾ സ്വാഭാവികമായും ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. എല്ലാ രംഗത്തും മുൻനിരയിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ പിന്നാക്ക വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അങ്ങനെയാണ് കടന്നു പോകുന്നത്. 1920-കൾക്ക് മുമ്പ് മലബാറിൽ നടന്നിട്ടുള്ള വിപുലമായ സ്വാതന്ത്ര്യ സമരം അതിക്രൂരമായി അടിച്ചമർത്തപ്പെടുകയും 10,000-ങ്ങളെ കൊല ചെയ്യപ്പെടുകയും പലരെയും അന്തമാനിലേക്കും മറ്റും നാടുകടത്തപ്പെടുകയും ചെയ്തപ്പോൾ ആയിരക്കണക്കായ വിധവകളും അനാഥകളും മുസ്ലിം ഉമ്മത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിച്ചു. ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും കൃഷിഭൂമികൾ കണ്ടുകെട്ടുകയും ചെയ്തതിൻ്റെ പേരിൽ സാമ്പത്തികമായ വലിയ തകർച്ച നേരിട്ടു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിം സമുദായത്തിലേക്ക് ആശയപരമായ ഭിന്നിപ്പ് കൂടി പ്രസരിപ്പിക്കുന്നതിനു വേണ്ടി അറബ് ലോകത്ത് ഇസ്ലാമിക ഖിലാഫത്തിനെ നശിപ്പിക്കാനും പിളർത്താനും ബ്രിട്ടീഷ് സർക്കാർ കൂട്ടുപിടിച്ച വഹാബിസം എന്ന് പറയുന്ന ആശയത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഒരേ സമയം രാഷ്ട്രീയമായും സാമ്പത്തികമായും വിശ്വാസപരമായും മുസ്ലിം ഉമ്മത്ത് വെല്ലുവിളി നേരിട്ടപ്പോൾ സമുദായത്തെ സമുദ്ധരിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് ആലോചിച്ചുകൊണ്ടാണ് 1926-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. ഈ രണ്ട് സാഹചര്യങ്ങളെയും ആശയപരമായി സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനും രാഷ്ട്രീയമായി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പണ്ഡിതന്മാർ സംഘടിതമായി മുന്നോട്ട് വന്നപ്പോൾ ആ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് 70 വർഷങ്ങൾക്ക് മുമ്പ് 1954-ൽ SYS അഥവാ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന ഈ പ്രസ്ഥാനത്തിന് നമ്മുടെ പൂർവകാല നേതൃത്വം രൂപം നൽകുന്നത്. എന്തിനു വേണ്ടിയാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ SYSനെ രൂപീകരിച്ചത്, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹുദൂരം മുന്നോട്ടു പോകാൻ നമുക്ക് സാധിച്ചു എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഫത്ഹായി വിജയമായി നമുക്ക് സന്തോഷത്തോടുകൂടെ ഓർക്കാനുള്ള ഒന്നാമത്തെ കാര്യം. മഹാന്മാർ ആഗ്രഹിച്ച വിധത്തിൽ ഈ പ്രസ്ഥാനത്തെ വഴി നടത്താൻ നമ്മളെ മുൻഗാമികളായ നേതാക്കന്മാർക്ക് സാധിച്ചു എന്നതാണ് നമ്മളേറെ സന്തോഷിപ്പിക്കുന്നത്. അന്ന് രൂപീകരിക്കപ്പെട്ട ഈ പ്രസ്ഥാനം ഇന്ന് 70 വർഷം പിന്നിടുമ്പോൾ അഭിമാനകരമായ ചരിത്രം തീർത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാറ്റിനം ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം യുവതയുടെ മതഭൗതിക ജീവിതത്തിൻ്റെ വലിയ ഒരു ഇടപെടൽ നടത്താൻ ഈ സംഘത്തിന് തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. ആദർശബോധവും വിശ്വാസ ദൃഢതയുമുള്ള ഒരു വലിയ തലമുറയെ ഇവിടെ നിലനിർത്താൻ നമ്മളെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കർമ്മോത്സുകതയും സേവന സന്നദ്ധതയുമുള്ള 10,000-കണക്കായ ചെറുപ്പക്കാരെ ഈ പ്രസ്ഥാനത്തിന് വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ധാർമ്മിക, വൈജ്ഞാനിക, സാമ്പത്തിക മേഖലകളിലെല്ലാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ അതിശക്തമായ ഇടപെടൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ പരിതാപകരമായ ആ കാലഘട്ടത്തിൽ നിന്ന് പല സംസ്ഥാനങ്ങളും ഇപ്പോഴും വളരെയേറെ അപകടകരമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും കേരളീയ മുസ്ലിം സമൂഹത്തെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതിൽ SYSൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനൽപമായ പങ്കുണ്ട് എന്നത് ചാരിതാർത്ഥ്യത്തോടെ നമുക്ക് അനുസ്മരിക്കാവുന്ന ഒരു കാര്യമാണ്. SYS മുന്നോട്ട് വച്ച സമന്വയ വിദ്യാഭ്യാസം എന്നത് കേരളത്തിലൊരു വലിയ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. 1978-ലാണ് ആദ്യമായി സുന്നി യുവജന സംഘത്തിൻ്റെ ഒരു വലിയ സമ്മേളനം
കോഴിക്കോട് മാനേഞ്ചർ മൈതാനിയിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ പ്രസിഡന്റായും സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് ഹഫിളഹുല്ലാ വറഅ അവിടുന്ന് ജനറൽ സെക്രട്ടറിയുമായി സുന്നി യുവജന സംഘത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് 78 ആ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ വെച്ചുണ്ടായ 2 പ്രഖ്യാപനങ്ങൾ: ഒന്ന്, എല്ലാ മഹല്ലുകളിലും സുന്നി യുവജന സംഘത്തിൻ്റെ യൂണിറ്റുകൾ രൂപീകരിക്കുക. രണ്ടാമതായി, ഈ സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം ഉമ്മത്തിനെ ഇനി മുന്നോട്ട് നയിക്കാൻ പ്രത്യേകമായ സംവരണമോ മറ്റ് സംവിധാനങ്ങളോ സൗകര്യമോ ഒരിക്കലും ഭരണപക്ഷത്ത് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ. അതുകൊണ്ട് നാം സ്വയം സംഘടിച്ച് ശക്തി നേടിക്കൊണ്ട് വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിലൂടെ വേണം ഈ ഉമ്മത്തിൻ്റെ ഈ പതിതാപകരമായ അവസ്ഥ മാറ്റിയെടുക്കാനെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ഒരാസ്ഥാനം ആ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് കാരന്തൂരിലെ മർക്കസു സഖാഫത്തി സുന്നിയ SYSന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിതമായ ഒരു വലിയ വിദ്യാഭ്യാസ ആശയമാണ് മർക്കസു സഖാഫത്തി സുന്നിയ. ഇന്ന് നിങ്ങൾ നോക്കൂ, അതിൻ്റെ സ്ഥാപനം, അതിൻ്റെ തുടക്കം കഴിഞ്ഞ് നാം തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിൻ്റെ 4 അതിർത്തികളും ഭേദിച്ച് ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ വരെ നാം ആശിച്ച ഈ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ അലയൊലികൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് പ്ലാറ്റിനം ഇയറിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു ഓർമ്മയായി നമ്മളെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, അനേകം മതഭൗതിക സമന്വയ കലാലയങ്ങളുണ്ട്. മതവിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം തന്നെ ഐഹിക വിദ്യാഭ്യാസവും നേടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രവർത്തിക്കുന്ന നല്ല സാംസ്കാരിക ബോധമുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നമ്മുടെ പ്രസ്ഥാനം ഈ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ്. 255 ദഅ്വാ കോളേജുകളുടെ കൂട്ടായ്മയാണ് ഇന്ന് ജാമിഅത്തുൽ ഹിന്ദ് എന്ന പേരിൽ നാം രൂപീകരിച്ച സംവിധാനത്തിൻ്റെ കീഴിലുള്ളത്. 353-ലേറെ സ്കൂളുകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ IAME എന്ന് പറയുന്ന സംവിധാനം. 11,000-ൽ പരം വരുന്ന മദ്രസകളാണ് നമ്മുടെ ഇസ്ലാമിക പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത്. അതേപോലെ ഒട്ടേറെ അറബിക് കോളേജുകൾ, ശരീഅത്ത് കോളേജുകൾ, ഇങ്ങനെ തുടങ്ങി വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നോളേജ് സിറ്റി എന്ന് പറയുന്ന വലിയൊരു വിപ്ലവത്തിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞത് നമ്മുടെ ഈ സംഘശാക്തീകരണത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് തന്നെയാണ് എന്നത് അഭിമാന പുരസ്സരം നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. സേവന സന്നദ്ധരായ 10,000-കണക്കിന് ചെറുപ്പക്കാരെയാണ് നമ്മൾ വാർത്തെടുത്തത്. 20,000 വളണ്ടിയർമാർ യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാന്ത്വനം ക്ലബ്ബുകൾ 3,000-ലേറെ ഉണ്ടെങ്കിൽ 2,800-ഓളം സാന്ത്വനം കേന്ദ്രങ്ങൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. 100-ലേറെ ആംബുലൻസുകൾ സേവനരംഗത്ത് SYSൻ്റേത് പ്രവർത്തിക്കുന്നുണ്ട്. അതെ, 1000 ദാറുൽ ഖൈർ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുത്ത് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ ഒരു വലിയ യുവജന വിഭാഗത്തെ സജീവമാക്കി നിർത്താൻ ഈ കഴിഞ്ഞ കാലത്തിൽ നമുക്ക് സാധ്യമായിട്ടുണ്ട്. സാംസ്കാരിക രംഗത്ത് SYS നടത്തിയ ഇടപെടലുകൾ കോരിത്തരിപ്പിക്കുന്ന ചരിത്രമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹസമൂഹം സുരക്ഷിത നാട് എന്ന മനോഹരമായ ഒരു തലവാചകത്തിൽ നമ്മളിവിടെ ക്യാമ്പയിൻ ആചരിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നാടിൻ്റെ അസ്തിത്വ വീണ്ടെടുപ്പിന് എന്ന പേരിൽ നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ നാം നടത്തിയ ക്യാമ്പയിൻ സാമൂഹ്യ ഇടപെടലിൻ്റെ ഭാഗമായിരുന്നു. കേരളത്തെ കൊലക്കയറിൽ നിന്നും രക്ഷിക്കുക എന്ന സാമ്പത്തിക ചൂതാട്ടങ്ങളുടെയും ദുർവ്യയങ്ങളുടെയും ആ ശീലം കൊണ്ട് കേരളീയർ പൊറുതിമുട്ടിയ ഒരു കാലത്താണ് നമ്മൾ അങ്ങനെ സമൂഹത്തിൽ ഇടപെട്ടതെങ്കിൽ തീവ്രവാദം പരിഹാരമല്ല എന്ന പ്രമേയത്തിലൂടെ സമൂഹം തീവ്രവാദ ആശയത്തിലേക്ക് പോയപ്പോൾ യുവതയെ നേർവഴിയിലൂടെ കടത്തിവിടാനും നമ്മളിവിടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അരാഷ്ട്രീയതക്കെതിരെ നിരന്തരം നമ്മൾ പ്രവർത്തിച്ചു പോരുന്നുണ്ട്.
യുവത്വം നിലപാട് പറയുന്നു, യുവത്വം നാടുണർത്തുന്നു തുടങ്ങിയ ശീർഷകങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലേക്ക് തികട്ടി വരുന്നുണ്ടാകും. അതെല്ലാം നാം നടത്തിയ ഇടപെടലുകളുടെ ഓർമ്മകളായാണ് നമ്മളെ മനസ്സിലൂടെ മിന്നിമറയുന്നത്. ഇപ്പോഴേറ്റവും അവസാനമായി ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന ഒരു പ്രമേയത്തിലൂടെ നാം സമൂഹത്തെ സമീപിച്ചപ്പോൾ ജാതി മത വർഗ രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാ ജനങ്ങളും നമ്മോടൊപ്പം ചേരാൻ വെമ്പൽ കൊണ്ട കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഹഫിളഹുല്ലാ വറഅ 1999 2012 മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ മാനവികതയുണർത്തുന്നു എന്നീ രണ്ടാശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ കേരള യാത്ര, ഇതെല്ലാം സംഘടിപ്പിച്ച് ഈ സമൂഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട ഒരു പ്രസ്ഥാനമാണ് സുന്നി യുവജന സംഘം. അതുകൊണ്ട് തന്നെ 7 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അഭിമാനകരമായ വിജയത്തിൻ്റെ ഓർമ്മകളാണ് നമുക്കിവിടെ അയവറക്കാനുള്ളത്. ഈ വിജയങ്ങളുടെ എല്ലാം പിന്നിൽ ഇതിൻ്റെ തുടക്കം മുതൽക്ക് ആരൊക്കെയാണോ ഇതിൻ്റെ ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്, അവിടം മുതൽക്ക് ഇന്നോളം നമ്മളെ മുൻഗാമികളായ ആളുകൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന യാതൊരു സൗകര്യങ്ങളുമില്ലാതെ ഇന്നൊരു മീറ്റിംഗ് വിളിക്കാൻ നമ്മൾ ഉറങ്ങുന്ന റൂമിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് സാധിക്കുമെങ്കിൽ വീട് വിട്ടു പോകാതെ ആയിരങ്ങൾക്ക് ഒരേ സമയത്ത് യോഗം ചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യാത്രക്ക് പോലും സൗകര്യങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ ഗ്രാമാന്തരങ്ങളിൽ നട്ടുപിടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ത്യാഗം ചെയ്ത അനേകം മനുഷ്യരെ ഈ വിജയത്തിൻ്റെ പിന്നിൽ നമ്മൾ അടിസ്ഥാനപരമായി പ്രവർത്തിച്ചതായി എന്നും ഓർക്കേണ്ടതുണ്ട്. എല്ലാ വിജയങ്ങളുടെ പിന്നിലും പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനങ്ങൾ ഉണ്ടാകും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയമായി വരുന്നത് കോരിത്തെരിപ്പിക്കുന്ന ഒരു ചരിത്രമായിട്ടാണ് നമ്മൾ വായിക്കുന്നതെങ്കിലും അതിനു മുമ്പ് കഴിഞ്ഞുപോയ 10-20ഓളം കൊല്ലക്കാലം പ്രവാചകരുടെ ജീവിതത്തിലെ എത്രയെത്ര വേദനകളുടെ കയ്പ് കുടിച്ചിറക്കിയ ഒരു കാലമായിരുന്നു നമുക്കറിയാം. സയ്യിദത്തുനാ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ അവരുടെ ശരീരത്തിൻ്റെ നടുവിലേക്ക് അബൂജഹലിൻ്റെ കരാള കരം കൊണ്ടായിരുന്നു അയാൾ ആ സ്ഥൂലം കുത്തിയിറക്കിയതെങ്കിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ സുമയ്യ ബീവിയുടെ പുത്രനാണ് പഴുപ്പിച്ച് ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ പഴുപ്പിച്ച് അതിൻ്റെ മേലെ മലർത്തിക്കിടത്തി നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെട്ടതെങ്കിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിലേക്ക് വലിയ പാറ കയറ്റി വെച്ച് അവിടത്തെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പീഡനങ്ങളുടെയും വേദനകളുടെയും ഒക്കെ ഫലമായിട്ടാണ് മക്കം ഫത്ഹ് സംഭവിച്ചതെങ്കിൽ അതേപോലുള്ള ചരിത്രം തന്നെയാണ് ഈ പ്രസ്ഥാനത്തിനും പറയാനും ഓർക്കാനുമുള്ളത്. ഇതിനു വേണ്ടി അധ്വാനിച്ച അനേകം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് അന്നം മുടക്കപ്പെട്ടിട്ടുണ്ട്, ജോലി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നും ഇറക്കിവിടപ്പെട്ടിട്ടുണ്ട്. അതേ, ദർസുകൾ അടച്ചുപൂട്ടുകയും അവരെ മഹല്ല് തലങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ കണ്ണീരും അവരുടെ പ്രയാസവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ അഭിമാനകരമായ നിമിഷത്തിൽ നമുക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ളത് നമ്മുടെ മുൻഗാമികളായ, നമുക്ക് വേണ്ടി ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന നമ്മളെ പൂർവികരോടാണ്. അവരുഴുതുമറിച്ചിട്ട ഭൂമിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്ന ഓർമ്മ എല്ലാ സമയത്തും നമ്മുടെ പ്രവർത്തകന്മാർക്കുണ്ടായിരിക്കണം. ആ ത്യാഗമാണ് അവർ നമ്മളെ ഈ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ എപ്പോഴും പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക അതാണ്. മക്കം ഫത്ഹിന്റെ മുമ്പ് പീഡനമേറ്റ എല്ലാവർക്കും അർഹമായ പരിഗണനയും എല്ലാവിധത്തിലുള്ള അംഗീകാരവും തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുണ്ട്. മക്കം ഫത്ഹിന്റെ അന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വന്ന് എല്ലാവരും പ്രവാചകരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി കീഴടങ്ങി നിന്ന നേരത്ത് പരിശുദ്ധമായ കഅബ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് പരിപൂർണമായും കടന്നു വന്നപ്പോൾ ആ കഅബയുടെ മുകളിൽ കയറി വിശുദ്ധ വാങ്കൊലി മുഴക്കാൻ
ഒരു നേതാവിനെ പരതുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഖുറൈശികളുടെ നേതാവായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇങ്ങനെ പ്രഗത്ഭരായ ആളുകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും, മദീനയിലെ വലിയ വലിയ നേതാക്കൾ അൻസാരികൾ ഉണ്ടെങ്കിലും, ആ കൂട്ടത്തിൽ നിന്ന് സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുവേണ്ടി ക്ഷണിക്കുന്നത്. കഅബയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി അവിടെ ഉയർന്നു നിന്നുകൊണ്ടതാ അഭിമാന പുരസ്സരം നേരത്തെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഈ താഴ്വരയിൽ വെച്ച് ചൊല്ലിയതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ആ കഅബയുടെ മുകളിൽ കയറി അത്യുച്ചത്തിൽ വാങ്കുലി മുഴക്കിയപ്പോൾ പ്രകമ്പനം കൊള്ളുകയാണ് മക്ക അക്ഷരാർത്ഥത്തിൽ. പക്ഷേ അത് ഉൾക്കൊള്ളാനും സഹിക്കാനും പലർക്കും സാധിച്ചിരുന്നില്ല. ഖാലിദ് ബിൻ ഉസൈദ് എന്ന് പറയുന്ന വ്യക്തി ആ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹില്ലദി അക്രമ അബി ഫലം യശ്ഹദ് ഹാദൽ യൗം. എൻ്റെ പിതാവിനെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ രംഗം കാണേണ്ടി വന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വാപ്പ കഴിഞ്ഞ ദിവസം മരിച്ചിരിക്കുകയാണ് മക്കം ഫത്ഹിൻ്റെ തലേന്ന്. പക്ഷേ ഈ രംഗം വാപ്പാക്ക് കാണേണ്ടി വന്നില്ലല്ലോ. വാപ്പ വലിയ ഭാഗ്യവാനാണ്. ഞാനിത് കാണേണ്ടി വന്നല്ലോ. നമ്മളിവിടെ കൊടിയ പീഡനത്തിന് ഏൽപ്പിച്ച ഒരാൾ ഇന്ന് ഈ വലിയൊരു ദൗത്യം നിർവഹിക്കുന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് സഹിക്കാൻ കഴിയാതെ പറഞ്ഞുപോയ വാചകമാണത്. ഹാരിസ് ബിൻ ഹിഷാം എന്ന ആൾ അവിടെ നിന്ന് വിലപിച്ചതെന്താ? വാസക്ലാ ലൈതനി മിത്തു ഖബ്ലൻ അറാ ബിലാലൻ ഫൗഖൽ കഅബ. ബിലാൽ ബിൻ റബാഹിനെ കഅബയുടെ മുകളിൽ കാണുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു കറുത്ത വർഗക്കാരനായ ആള് ഈ മഹനീയമായ ദൗത്യം നിർവഹിക്കുന്നത് ആ സാമൂഹ്യ ചുറ്റുപാടിൽ ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകൾക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആര് നമ്മളെ ഈ സുന്ദരമായ ആദർശ പ്രചാരണത്തിന് വിലങ്ങുതടിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊന്നും ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല. എല്ലാവരും നമ്മുടെ പ്രബോധിതർ മാത്രമാണ്. നമുക്കിവിടെ ശത്രുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല. നാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. നമുക്ക് എതിരാളികളില്ല, നമുക്ക് പ്രബോധിതരാണുള്ളത്. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹിന്റെ അന്ന് പ്രവാചകർ അവിടെ അണിനിരന്ന ഖുറൈശി നേതാക്കളോടായി ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതികാരം? ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി, അങ്ങ് മാന്യനായ മനുഷ്യനാണ്, മാന്യനായ മനുഷ്യൻ്റെ മകനുമാണ്. അതുകൊണ്ട് മാന്യമായ പ്രതികരണം മാത്രമേ അങ്ങിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെ കുത്തിക്കൊല്ലുന്ന സമയത്ത് മാന്യത എന്ന പദം അവരെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. അമ്മാർ ഇബ്നു യാസ് റളിയല്ലാഹുവിന്റെ ശരീരം ഇരുമ്പ് പഴുപ്പിച്ചു വെക്കുമ്പോൾ അവർക്ക് മാന്യത എന്ന വാക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. മഹാനായ മുത്തുനബി തങ്ങളെയും കുടുംബത്തെയും 3 വർഷക്കാലം ഒരു ഗോതമ്പ് മണി പോലും കൊടുക്കാതെ ഉപരോധിച്ചു പട്ടിണിക്കിട്ട കാലഘട്ടത്തിൽ മാന്യത എന്ന പദം അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ നബിതങ്ങളിൽ നിന്ന് മാന്യത പ്രതീക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതികാരം ചെയ്യാൻ എല്ലാ കഴിവും സ്വാതന്ത്ര്യവും എല്ലാമുള്ള സന്ദർഭമാണ്. മുത്തുനബി പകവെച്ചു പുലർത്തിയില്ല. അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബൂ വ അൻതും മുത്തുലഖാ, നിങ്ങൾക്കെല്ലാവർക്കും പോകാം, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്, എൻ്റെ ഇക്കാക്ക സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജ്യേഷ്ഠന്മാർ തന്നെ പീഡിപ്പിച്ച കാലഘട്ടമുണ്ടായിരുന്നു. അവസാനം അവരെല്ലാവരും തൻ്റെ മുമ്പിൽ ഒതുങ്ങിയപ്പോൾ അന്ന് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് യാതൊരു പ്രതികാരവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെയും ആദർശവും ആശയവും അതാണ്. നമുക്ക് ശത്രുക്കളില്ല. നമ്മുടെ ഈ മുന്നേറ്റത്തിന് വിലങ്ങുതടിയായി ഒരുപാട് കാലം നമുക്കെതിരെ പ്രവർത്തിച്ചവരുണ്ടാവാം. അവരോടൊന്നും ഒരു പകയും വെച്ച് പുലർത്താതെ എല്ലാവരോടും സ്നേഹത്തോടെ, അവരെല്ലാം നമ്മളെ കൂട്ടുകാരാണ്, നമ്മുടെ നാട്ടുകാരാണ് എന്ന ഒരു കാഴ്ചപ്പാടോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങൾക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒന്നായിരുന്നു അവിടുത്തെ പ്രിയങ്കരനായ എളാപ്പ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ വധം എന്ന് പറയുന്നത്. ആ കൊല ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട എളാപ്പയുടെ നെഞ്ചു പിളർത്തി അവിടുത്തെ കരളെടുത്ത് ചവച്ചു തുപ്പിയ ഒരു സ്ത്രീയാണല്ലോ ഹിന്ദ് ബിൻ ഉത്ബ എന്ന് പറയുന്നവർ. അവര് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്, ഉത്ബത്തിന്റെ മകളാണ്. ആ ഹിന്ദ് നബി തങ്ങളെ മുമ്പിൽ വന്ന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം അംഗീകരിക്കാൻ വന്നതോടുകൂടി അള്ളാഹുവിന്റെ ഹബീബ് എല്ലാം വിസ്മരിച്ചുകൊണ്ട് അവിടത്തെ സ്വീകരിച്ചതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അബൂജഹലിന്റെ പുത്രൻ ഇക്രിമയെ നമുക്കറിയാം. അവസാന നിമിഷം വരെ മക്കം ഫത്ഹിന്റെ അന്ന് പ്രതിരോധം സൃഷ്ടിക്കാൻ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് തെരുവിലേക്ക് ഇറങ്ങിയ ചെറുപ്പക്കാരനാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. അവസാനം മക്കം കീഴടക്കപ്പെട്ടപ്പോൾ നാട് വിട്ട് അദ്ദേഹം യമനിലേക്ക് ഓടിപ്പോകുകയാണ്. ആ സമയത്താണ് പ്രിയപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, ശത്രുക്കൾക്ക് മാപ്പ് നൽകിയ കഥ അദ്ദേഹത്തിൻ്റെ ഭാര്യ അറിയുന്നത്. ഭർത്താവിനെ തേടി പിന്നാലെ ചെന്ന് യമന്റെ ബോർഡറിൽ വെച്ച് ഇക്രിമയെ ഭാര്യ പിടികൂടുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ കരുതിയ ആളല്ല മുഹമ്മദ്, എല്ലാവർക്കും മാപ്പ് കൊടുത്തിരിക്കുകയാണ്. ആ ദർബാറിൽ നിങ്ങൾക്കും മാപ്പ് ലഭിക്കും, അതുകൊണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് ഇക്രിമയെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നൊരു രംഗമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മുൻകൂട്ടി മനസ്സിലാക്കി സ്വഹാബത്തിനോടൊരു വാക്ക് പറഞ്ഞു, സ്വഹാബ സയഅതീകും ഇക്രിമ ഫലാ തസുബ്ബു അബാ. നാളെ ഇക്രിമ ഇവിടെ വരും, ആ സമയത്ത് നിങ്ങൾ ഇക്രിമയെ ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, സ്വഹാബത്ത് അത് ചെയ്യില്ല. അതേ സമയത്ത് ഇക്രിമയുടെ വാപ്പയെ നിങ്ങൾ ചീത്ത പറയരുത്. അതാരാണ്? സാക്ഷാൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയാണ്. മക്കം ഫത്ഹിന്റെ മുമ്പ് ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റുമുട്ടാൻ സൈന്യത്തെ സംഘടിപ്പിച്ചു പോയ, മക്കയിൽ വെച്ച് എല്ലാ ഉപദ്രവങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആ അബൂജഹലാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ്. ആ പിതാവിനെ നിങ്ങൾ എന്തെങ്കിലും പരിഹസിച്ചാൽ അത് ഇക്രിമയുടെ മനസ്സിനെ വേദനിപ്പിക്കും, അതുപോലും നിങ്ങൾ ചെയ്യരുത് എന്ന് സ്വഹാബത്തിനെ നേരത്തെ ഉപദേശിക്കുകയാണ്. മുത്തുനബിയും സ്വഹാബാക്കളും ഇരിക്കുന്ന സദസ്സിലേക്കാണ് ഇക്രിമ നടന്നെടുക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ എഴുന്നേറ്റ് നിൽക്കുന്നു, രണ്ടടി മുന്നോട്ട് ചെല്ലുന്നു, ഇക്രിമയെ വാരിപ്പുണർന്ന് സ്വീകരിക്കുന്നു. നാണം കൊണ്ട് ഇക്രിമ തലതാഴ്ത്തുകയാണ്. ഈ നേതാവിനെയാണോ ഇത്രയും കാലം ഞാൻ എതിരാളിയായി കണ്ട് സാധ്യമാകുന്ന ഉപദ്രവങ്ങൾ മുഴുവനും ഏൽപ്പിച്ചത്? അവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയാണ്, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വെളിച്ചം അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദീനി ദഅവത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. നമുക്ക് ശത്രുക്കളില്ല, എല്ലാവരോടും അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന യഥാർത്ഥ പാരമ്പര്യ ഇസ്ലാമിൻ്റെ തനതായ സ്വഭാവവും ആദർശവും അത് നമ്മളെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച് നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിജയത്തിൻ്റെ പിന്നിൽ അനേകം ത്യാഗങ്ങൾ സഹിച്ചവരാണ് നമ്മളെ മുമ്പിലുള്ള നമ്മളെ സാധാരണക്കാരായ പ്രവർത്തകന്മാരും നമ്മളെ സമുന്നതരായ നേതാക്കളും. മഹാനായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാ അവിടുന്ന് കേൾക്കാത്ത ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല, അവിടത്തെ കുടുക്കാൻ ശത്രുക്കൾ കുഴിക്കാത്ത കുഴികൾ ഉണ്ടായിട്ടില്ല, കെണിവലകളില്ല. ഇനി ഒരാരോപണവും ഒരു മനുഷ്യന്റെ പേരിൽ ഉന്നയിക്കാൻ ആർക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ അതെല്ലാം ആ നേതാവിന് നേരെ പലരും ആരോപിച്ചിട്ടുണ്ട്, ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ക്ഷമാപൂർവം നേരിട്ട് ഈ മഹത്തായ പാത ഇത് സത്യത്തിൻ്റെതാണെന്ന് അടിയുറച്ചു നിന്നുകൊണ്ട് ഒരണുവളവ് വ്യതിചലിക്കാതെ ആദർശധാരയിൽ ഉറച്ചു നിന്നതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജോലി നഷ്ടപ്പെട്ടവർ, ദർസ് പിരിച്ചുവിടപ്പെട്ടവർ, മഹലിൽ നിന്നും കുടുംബത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടവർ അവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെയും നമുക്ക് എന്നും മമതയും നല്ല ഓർമ്മയും നിലനിർത്തി അർഹിക്കുന്ന പരിഗണനകളും സ്നേഹവും അവർക്ക് സമ്മാനിച്ച് ഇനിയുള്ള തലമുറയെ കൂടി ഈ നന്മയുടെ വഴിയിലൂടെ നടത്താൻ പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ തരത്തിലുള്ള വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തെ, യുവജന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ
വിജയകരമായ 70 വർഷക്കാലം നമുക്ക് ഒരു മാർഗദർശനമാകട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.